ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് വളരെ കൂടുതലുള്ള ഒരു ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയത്തിലെ മുഴുവൻ ടോപ്പിക്സ് നമ്മൾ ഫുൾ ചാപ്റ്റർ റിവിഷൻ എന്ന് പറയുന്ന ലൈവിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, കാണാത്തുണ്ടെങ്കിൽ പോയി കാണുക. ഈ ടോപ്പർ സീരീസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്ത പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വീക്ക് ആസിഡുകളുടെയും വീക്ക് ബേസുകളുടെയും pH വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലൈവിൽ സ്ട്രോങ് ആസിഡുകളുടെ pH വാല്യൂ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് വീക്ക് ആസിഡും വീക്ക് ബേസിലോട്ട് കടക്കാം. ഇവിടെ നമ്മൾ പുതുതായിട്ട് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, അയനൈസേഷൻ കോൺസ്റ്റന്റ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ പഠിക്കുന്നുണ്ട്. ഫുൾ മാർക്ക് എയിം ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്ത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ആദ്യം ഞാൻ കടക്കുന്നത് സ്ട്രോങ് ആസിഡിന്റെ pH വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യത്തിലൂടെയാണ്. കാൽക്കുലേറ്റ് ദ pH ഓഫ് 1 × 10⁻² മോളാർ അക്വസ് സൊല്യൂഷൻ ഓഫ് H2SO4. H2SO4ന്റെ സൊല്യൂഷൻ, H2SO4ൽ വെള്ളം ചേർത്തിരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ വെള്ളത്തിൽ H2SO4 ചേർത്തിരിക്കുന്നു. H2SO4ന്റെ സൊല്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. ആ H2SO4ന്റെ സൊല്യൂഷനിൽ ഉള്ള സൾഫ്യൂരിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ആണിത്. 1 × 10⁻² മോളാർ. pH വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം pH വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ pH -log കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്, അല്ലേ? അതായത് H+ന്റെ അളവ് എത്രയാണോ, H+ന്റെ കോൺസെൻട്രേഷന്റെ ലോഗ് എടുക്കുക, ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+. അപ്പോൾ ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന 1 × 10⁻² മോളാർ എന്ന് പറയുന്നത് H+കളുടെ അളവല്ല, മറിച്ച് H2SO4ന്റെ അളവാണ്. H2SO4ന്റെ അതേ അളവല്ലേ സാർ H+ന്റെ അളവും എന്ന് തോന്നിയേക്കാം, പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് H+ന്റെ അളവല്ല, മറിച്ച് H2SO4ന്റെ അളവാണ്. അപ്പോൾ ഒരു H2SO4ൽ നിന്ന് എത്ര H+കൾ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതായത് H2SO4 ഡിസോസിയേറ്റ് ചെയ്താൽ എന്തൊക്കെ നമുക്ക് കിട്ടും? H2SO4 ഒരു സ്ട്രോങ് ആസിഡാണ്. അത് ഡിസോസിയേറ്റ് ചെയ്താൽ ഇതിനകത്തുള്ള ഹൈഡ്രജനുകളുടെ എണ്ണം 2 ആണ്. അപ്പോൾ നമുക്കിവിടെ 2 H+കളാണ് കിട്ടുക. 2 H+കളും കിട്ടും, പ്ലസ് ഒരു SO4 2- കിട്ടും. അതായത് ഒരു H2SO4ൽ നിന്ന് എനിക്ക് 2 H+കളാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ കയ്യിൽ 1000 H2SO4 ഉണ്ട് എങ്കിൽ ഇവിടെ 2000 H+കൾ കിട്ടും. ശരിയല്ലേ? ഇവിടെ എത്ര H2SO4 ആണോ ഉള്ളത് അതിൻ്റെ ഡബിൾ H+കൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന H2SO4ന്റെ അളവ് എത്ര? ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന H2SO4ന്റെ അളവ് എത്ര? 1 × 10⁻². H2SO4 എന്ന് പറയുന്നത് 1 × 10⁻² ഉണ്ട് എങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന H+ന്റെ അളവ് എത്രയായിരിക്കും? അതിൻ്റെ നേർ ഡബിൾ ആയിരിക്കും, അല്ലേ? H+ന്റെ അളവ് 2 × 10⁻² ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ എത്ര H2SO4 ഉണ്ടോ അതിൻ്റെ ഡബിൾ H+ കിട്ടും. അപ്പോൾ ഇവിടെ H2SO4ന്റെ അളവ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡബിൾ ആണിത്. 1 × 10⁻² ആണിത്, അതിൻ്റെ ഡബിൾ 2 × 10⁻². അത്രയും H+. അപ്പോൾ H+ന്റെ അളവ് കിട്ടി. അപ്പോൾ ഞാൻ സൈഡ് എഴുതി വെക്കുന്നുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 10⁻² മോളാർ. അപ്പോൾ നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 10⁻². ഇത് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ കൃത്യമായി ബ്രാക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നവർ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ സിൻടാക്സ് എറർ വരുമെന്നോ അല്ലെങ്കിൽ കൃത്യമായി ടൈപ്പ് ചെയ്യാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി പറയുന്ന സ്റ്റെപ്പിലൂടെ നമുക്ക് കടക്കാം. ഇത് ലോഗ് ഓഫ് A × B ആണ്. ലോഗ് A × B ആണ്. ലോഗ് AB. ലോഗ് AB എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ, ലൈവിലും പറഞ്ഞിരുന്നു ഞാൻ. ലോഗ് A പ്ലസ് ലോഗ് B ആണ്. ലോഗ് A പ്ലസ് ലോഗ് B ആണ്. അത് ലോഗ് 2 പ്ലസ് ലോഗ് 10⁻² എന്നാണ്. ഈക്വൽ ടു മൈനസ് അതുപോലെ തന്നെ ഇടുന്നുണ്ട്. ഫ്രണ്ടിൽ കിടക്കുന്ന ഈ മൈനസാണ് ഞാൻ ഇട്ടിട്ട് പോകുന്നത്. മൈനസ് അതുപോലെ തന്നെ ഇട്ടു. അതിനുശേഷം ലോഗ് 2 പ്ലസ് ലോഗ് 10⁻². ലോഗ് 10⁻². പെണ്ണിന് ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്, സഹകരിക്കുക. അപ്പോൾ ലോഗ് 2 പ്ലസ് ലോഗ് 10⁻² ഈക്വൽ ടു മൈനസ് അതുപോലെ തന്നെ ഇട്ടു. ലോഗ് 2ന്റെ വാല്യൂ 0.3010 ആണ്. ദെൻ പ്ലസ് ലോഗ് 10⁻² എന്ത് വന്നാലും അത് തന്നെയാണ് ആൻസർ. അതായത് ലോഗ് ഓഫ് 10⁻x എന്ന് പറഞ്ഞാൽ x ആണ്. 10ന്റെ പവറായിട്ട് വലതും വന്നാൽ ആ 10ന്റെ പവറാണ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ ലോഗ് 10⁻² ആണ് എങ്കിൽ അവിടെ എന്താണ്? -2 ആണ്. റെഡി? ഇവിടെ ഓൾറെഡി പ്ലസ് ഉണ്ട്, അതും കൂടി ഇട്ടിട്ട് പറഞ്ഞുതരാം. ഇവിടെ പ്ലസ് ഉണ്ട്, പിന്നെ ഒരു -2 കൂടെ.
അപ്പോൾ ഇങ്ങനെ വരുമ്പോഴെന്താണ്, വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടുക. അപ്പോൾ വെളിയിലുള്ള ബ്രാക്കറ്റ് ഞാൻ അങ്ങനെ തന്നെ ഇടുന്നു. ഉള്ളിൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ ഇടുമ്പോൾ നമുക്ക് കിട്ടുക -1.699 ആണ്. മൈനസ് മൈനസും പ്ലസ് ആയി, അപ്പോൾ 1.699 എന്ന് കിട്ടും. പി എച്ച് വാല്യൂ എത്രയാണ്? 1.699 എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രോങ് ആസിഡുകളുടെ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുക. ഡയറക്റ്റായിട്ട് H+ന്റെ അളവുകൾ തരികയാണെങ്കിൽ അതിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല ഇങ്ങനെ ആസിഡുകളുടെയോ ബേസുകളുടെയോ അളവ് തന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വന്നാൽ അത് ഡിസോസിയേറ്റ് ചെയ്താൽ എത്ര H+ കിട്ടും, എത്ര OH- കിട്ടും എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യുവാനായിട്ട്. അപ്പോൾ ഇത് സ്ട്രോങ് ആസിഡിൻ്റെ കേസാണ്. ഞാൻ നേരെ കടക്കുന്നത് വീക്ക് ആസിഡിൻ്റെ കേസിലോട്ടാണ്. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും H2SO4 സ്പ്ലിറ്റ് ചെയ്താൽ അതിനകത്ത് നിന്നും ഇത്ര H+ കിട്ടുമെന്ന്. കാരണം എന്താ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന H2SO4 എത്ര എണ്ണമാണെങ്കിലും ആ മുഴുവൻ ആളുകളും ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത അയണുകളായിട്ട് മാറും അല്ലേ, കാരണം അവൻ സ്ട്രോങ് ആസിഡാണ്. അപ്പോൾ ഇവിടെ എനിക്ക് H2SO4 അളവ് അറിയാമെങ്കിൽ ഉറപ്പായും അതിനകത്ത് നിന്നും എത്ര H+ കിട്ടും അല്ലെങ്കിൽ എത്ര H+ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ വീക്ക് ആസിഡിൻ്റെ കേസിൽ അങ്ങനെയാണോ? വീക്ക് ആസിഡാണ് ഇതെങ്കിൽ ഇതിൽ നിന്നും H+ A- കൂടി, ഇത് HA എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് H+ കിട്ടി, A- കിട്ടി. ഇതിനകത്തുള്ള മുഴുവൻ ആളുകളും അയണുകളായിട്ട് മാറി എന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം ഇത് വീക്ക് ആസിഡ് ആയതുകൊണ്ട് കുറച്ചാളുകൾ മാത്രം അയണുകളായിട്ട് മാറി, കുറച്ചാളുകൾ അയണുകളായി മാറാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് 1000 HA ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മുഴുവൻ ആളുകളും H+ഉം A- ആയിട്ട് മാറി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കറിയില്ല എത്രയുണ്ടെന്ന്, എനിക്കറിയാൻ പറ്റും, നമുക്കറിയത്തില്ലല്ലോ. അതിൽ കുറച്ചാളുകൾ, പക്ഷേ 700 H+ ഉണ്ടായിരിക്കാം, 700 ആളുകൾ ഡിസോസിയേറ്റ് ചെയ്തിരിക്കാം, 300 ആളുകൾ ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 500 ആളുകൾ ഡിസോസിയേറ്റ് ചെയ്തു, 500 ആളുകൾ ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ എത്ര H+ കിട്ടിയെന്ന് നമുക്ക് അറിയില്ലല്ലോ. H+ന്റെ അളവ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ അവൻ pH വാല്യൂ കണ്ടുപിടിക്കുക? അപ്പോൾ അവിടെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ച് കളയുക. ഇവിടെ തന്നിരിക്കുന്ന വീക്ക് ആസിഡ് ആയിക്കോട്ടെ, വീക്ക് ബേസ് ആയിക്കോട്ടെ, അത് ഡിസോസിയേറ്റ് ചെയ്താൽ കിട്ടുന്ന 2 ആളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ HA എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് വീക്ക് ആസിഡാണ്. അതിൽ നിന്നും കിട്ടുന്ന H+ഉം A- അപ്പോൾ ഇനീഷ്യലി ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എടുത്തിരിക്കുന്ന HAയുടെ കോൺസെൻട്രേഷൻ C ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനീഷ്യലി HAയുടെ കോൺസെൻട്രേഷൻ C ആണ്. അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? C, HA മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ എടുത്തിരിക്കുന്ന വീക്ക് ആസിഡിൻ്റെ കോൺസെൻട്രേഷനാണ് C. അത് ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല, ഇനീഷ്യലി അത് ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള H+ന്റെ അളവ് 0, A- അളവ് 0, ശരിയല്ലേ? അവിടെ HA ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല, അതിനാൽ തന്നെ H+ഉം ഇല്ല, A- ഇല്ല. കംപ്ലീറ്റ് ആയിട്ടും HAയുടെ അളവ് എന്താണ്? C മാത്രമാണ്. ഇനി കുറച്ചാളുകൾ H+ഉം A- ആയിട്ട് മാറി ഡിസോസിയേറ്റ് ചെയ്തു, കുറച്ചാളുകൾ മാറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ഷൻ നടന്ന് ഫോർവേഡും ബാക്ക്വേർഡ് നടന്ന് ഇക്വിലിബ്രിയം എത്തി. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഫൈനലായിട്ട് എത്തി. അപ്പോൾ ഇക്വിലിബ്രിയത്തിൻ്റെ കേസിൽ ഫൈനൽ എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ കോൺസെൻട്രേഷൻ C ഇല്ലേ, ഈ Cൻ്റെ കുറച്ച് പോർഷൻസ് മാത്രം A+ഉം A- ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. കുറച്ചാളുകൾ ഡിസോസിയേറ്റ് ചെയ്യാതെ ഇവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. അവരുടെ അളവാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ടോട്ടലായിട്ടുള്ള HAയുടെ അളവ് C ആണ് എന്നുണ്ടെങ്കിൽ ഈ സിയുടെ ഇതെന്തെന്നത്, സിയുടെ ഒരു 70% ഡിസോസിയേറ്റ് ചെയ്തു. റെഡി? സിയുടെ ഒരു 70% ഡിസോസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ 70%-ഓളം H+കളും A- കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? 70%-ഓളം എന്തുണ്ട്? സിയുടെ 70% H+ഉം സിയുടെ 70% A- കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ സി എന്ന് പറയുന്നതിൻ്റെ 70%വും ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കുന്ന ആളുകൾ എത്രയായിരിക്കും? സാർ 70%വും ഡിസോസിയേറ്റ് ചെയ്താൽ ബാക്കി 30% അല്ലേ? കൃത്യം. അപ്പോൾ സിയുടെ 30% ആളുകൾ എന്ത് ചെയ്തിരിക്കുന്നു? ഡിസോസിയേറ്റ് ചെയ്യാതെ നിൽക്കുന്നു അല്ലേ? ക്ലിയർ ആണോ പറഞ്ഞത്? ഇവിടെ എത്ര ആളുകൾ ഡിസോസിയേറ്റ് പോയി എന്ന് കൃത്യമായ അളവ് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. സി എന്ന് പറയുന്ന സി ആണ് അതിൻ്റെ അളവ്. ഈ ആസിഡിൻ്റെ അളവാണ് സി. സിയുടെ 70%വും ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള H+ന്റെ അളവ് എത്രയാണ്? സിയുടെ 70%.
എ മൈനസിൻ്റെ അളവ് എത്രയാണ്? അതുപോലെ തന്നെ സിയുടെ 70%. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന ആളുകൾ, ഡിസോസിയേറ്റ് ചെയ്യാതെ ബാക്കി നിൽക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? സിയുടെ 30%. സിയുടെ 30% എന്ത് ചെയ്തിട്ടില്ല? ഡിസോസിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ 30 എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? 100ൽ നിന്നും 70 മൈനസ് ചെയ്തപ്പോൾ അല്ലേ? 70 ആളുകൾ ഡിസോസിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100 മൈനസ് 70 ഈക്വൽ ടു 30. ആ 30 നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് ടോട്ടലായിട്ടുള്ള സിയുടെ ആൽഫ പോർഷൻ എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തു. ടോട്ടലായിട്ടുള്ള സിയുടെ ആൽഫ പോർഷൻ, ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ 70%, ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ 70%, സിയുടെ 70% ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ അവിടെയുള്ള എച്ച് പ്ലസിൻ്റെ അളവ് സി ആൽഫ, എ മൈനസിൻ്റെ അളവും സി ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് ഡിസോസിയേറ്റ് ചെയ്തു, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്, എത്ര പെർസെൻറ്റേജ് ഡിസോസിയേറ്റ് ചെയ്തു എന്നതാണ് ആൽഫ. അപ്പോൾ സിയുടെ ആൽഫ അളവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന ആളിൻ്റെ അളവ് എത്രയായിരിക്കും? ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന ആളിൻ്റെ അളവ് സി ഇൻറ്റു 1 മൈനസ് ആൽഫയാണ്. ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന ആളിൻ്റെ അളവ് സി ഇൻറ്റു 1 മൈനസ് ആൽഫ. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ മായ്ക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ടുള്ള അയണുകളുടെ അളവും അയണുകൾ അല്ലാത്ത ആളുടെ അളവുമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് എച്ച് എ എന്ന് പറഞ്ഞാൽ എച്ച് എയുടെ അളവാണ് സി ആണ് അതിൻ്റെ ടോട്ടൽ അളവ്. ഓക്കെ, ആ സിയുടെ ആൽഫ പോർഷൻ ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ എച്ച് പ്ലസിൻ്റെ അളവ് സി ആൽഫ, അവിടെ ഉണ്ടായിട്ടുള്ള എ മൈനസിൻ്റെ അളവും സി ആൽഫ. ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന ആളുകളുടെ അളവ്, ഇക്വിലിബ്രിയത്തിൽ ഡിസോസിയേറ്റ് ചെയ്യാതെ കിടക്കുന്ന ആളുകളുടെ അളവ് സി ഇൻറ്റു 1 മൈനസ് ആൽഫയാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ അളവും കിട്ടി, റിയാക്ടൻസിൻ്റെ അളവും കിട്ടി. എങ്കിൽ അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്തായിരിക്കും? അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്തായിരിക്കും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ അല്ലേ? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ആൽഫ, സി ആൽഫ ഇൻറ്റു സി ആൽഫ അല്ലേ? ഡിവൈഡഡ് ബൈ റിയാക്ടൻസിൻ്റെ അളവ് എത്രയാണ്? സി ഇൻറ്റു 1 മൈനസ് ആൽഫ, 3 ഇൻറ്റു 1 മൈനസ് ആൽഫ. ഇവിടുത്തെ ബ്രാക്കറ്റും സി ഒക്കെ തമ്മിൽ മാറിപ്പോകരുത്. റെഡി? സി ആൽഫ ഇൻറ്റു സി ആൽഫ, പ്രൊഡക്റ്റുകളുടെ അളവാണ്. സി ആൽഫ ഇൻറ്റു സി ആൽഫ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1 മൈനസ് ആൽഫ. ഇതിൽ ആരൊക്കെ വെട്ടിപ്പോകും? ഇതിലൊരു സിയും വെട്ടിപ്പോയി, ഇതിലൊരു സിയും വെട്ടിപ്പോയി. ബാക്കിയുള്ളത് ആൾക്കാർ എത്രയാണ്? ആരൊക്കെയാണ്? കെ എന്ന് പറഞ്ഞാൽ മുകളിൽ സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഇതിനെയാണ് നമ്മൾ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. റെഡി? ഇതിൽ കെ എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്, ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്, സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. അതിൽ ഓരോന്നും എഴുതി തരാം. ഓക്കെ, ഇതിൽ ഇവിടെ തന്നിരിക്കുന്ന കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എഴുതിയിരിക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്. അങ്ങനെ ഇരിക്കവേ ഈ മുകളിൽ തന്നിരിക്കുന്ന സി ആൽഫ സ്ക്വയറിനെ പറയുന്നതാണ് അയണൈസേഷൻ കോൺസ്റ്റന്റ്. സി ആൽഫ സ്ക്വയർ അയണൈസേഷൻ കൊണ്ട് എടുത്ത് എഴുതുന്നുണ്ട് കേട്ടോ. അയണൈസേഷൻ കോൺസ്റ്റന്റ് കെ എ എന്ന് പറയും, ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. എന്താണ്? സി ആൽഫ സ്ക്വയർ. സി ആൽഫ സ്ക്വയറിൽ നിന്ന് കെ ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ആൽഫയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇതിൽ ഓരോ ടേമും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എഴുതി തരാം, പ്രത്യേകിച്ച് വേറെ തന്നെ. ഇതിൽ നിന്നും ആൽഫ ഈക്വൽ ടു എന്താണ് വരിക? പെണ്ണ് ഭയങ്കര പ്രശ്നം കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ സോറി ചോദിക്കട്ടെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആൽഫ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ എ ബൈ സി ആണ് അല്ലേ? കെ എ ബൈ സി ആണ്. ആൽഫ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ എ ബൈ സി ആണ് എന്നുണ്ടെങ്കിൽ ആൽഫ എന്തായിരിക്കും? റൂട്ട് കെ ബൈ സി. റെഡി? ആൽഫ എന്ന് പറഞ്ഞാൽ റൂട്ട് കെ ബൈ സി. ഇത് വെച്ചുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ തന്നിരിക്കുന്ന കെ എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്, സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്
സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ, എത്ര കണ്ട് ഡിസോസിയേറ്റ് ചെയ്തു എന്നുള്ളത്. റെഡി? കെ എന്ന് പറഞ്ഞാൽ കെ എ എന്ന് പറഞ്ഞാൽ അയണൈസേഷൻ കോൺസ്റ്റന്റ്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എച്ച് പ്ലസിൻ്റെ അളവിൽ നിന്ന് പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ. അതെങ്ങനെയാണ് സർ? ഈ തന്നിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുക? നോക്കണേ, ഒരു വീക്ക് ആസിഡ് എടുക്കുകയാണെങ്കിൽ ആ വീക്ക് ആസിഡിലുള്ള എച്ച് പ്ലസിൻ്റെ അളവ് എത്ര? ഇതാണ് എച്ച് പ്ലസ്. ഈ എച്ച് പ്ലസിൻ്റെ അളവ് എത്ര? എച്ച് പ്ലസിൻ്റെ അളവ് എത്രയാണ്? സി ആൽഫയാണ് അല്ലേ? അപ്പോൾ സിയും ആൽഫയും കിട്ടിയാൽ മാത്രം മതി നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ? എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ്റെ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം. ഇത്രയും കാര്യങ്ങൾ കണ്ട് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾക്ക് സി ആൽഫ മാത്രം കണ്ടുപിടിക്കാൻ അറിഞ്ഞാൽ മതി. ക്വസ്റ്റിനിൽ സി തന്നിട്ടുണ്ടോ, ആൽഫ തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആൽഫ കണ്ടുപിടിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? എച്ച് പ്ലസിൻ്റെ അളവ് കണ്ടുപിടിക്കാം. അത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. വലിച്ചു വരെ എഴുതിയിട്ട് ഇത്രയും ഞാൻ പറഞ്ഞ കാര്യമൊക്കെ തലയിൽ വെച്ച് അയ്യോ ഭയങ്കര സംഭവമാണെന്ന് ഒരാൾ വിചാരിക്കുകയും വേണ്ട. നമുക്ക് വേണ്ടത് പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ. പി എച്ച് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. എച്ച് പ്ലസിൻ്റെ അളവ് എത്രയാണ്? സി ആൽഫ. അപ്പോൾ ക്വസ്റ്റനിൽ സി ഉണ്ടോ ആൽഫ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ കണ്ടുപിടിക്കുക. സി ഇൻറ്റു ആൽഫ ചെയ്താൽ എച്ച് പ്ലസിൻ്റെ അളവ് കിട്ടി. നമുക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് നൈട്രസ് ആസിഡ്. നൈട്രിക് ആസിഡ് അല്ല മക്കളെ, നൈട്രസ് ആസിഡ്. നൈട്രസ് ആസിഡിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. എന്താണ് അയണൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ? അത് കെ എ അല്ലേ? കെ എ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് 0.04 മോളാർ സൊല്യൂഷൻ ഓഫ് നൈട്രസ് ആസിഡ് ഇൻ വാട്ടർ. അതായത് നൈട്രസ് ആസിഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്, സി എന്ന് പറയുന്ന കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. റെഡി? പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതിന് ഹിൻഡ് കൂടെ തന്നിട്ടുണ്ട്. ഇതൊരു വീക്ക് ആസിഡ് ആണ്. രണ്ട് സൈഡ് ആരോ മാർക്കറ്റിൽ കിടിലിനായിട്ടുള്ള റിയാക്ഷനൊക്കെ ഇവിടെ ഇത് സെറ്റാക്കിയിട്ടാണ് തന്നിരിക്കുന്നത്. ഇക്വേഷൻ പോലും തന്നിട്ടുണ്ട്. ഇതൊന്നും ചിലപ്പോൾ തരണമെന്നില്ല. ഞാനെടുത്ത ഇക്വേഷൻ അതൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദ്യത്തിൽ അതെല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. അപ്പം നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ HNO2 ആണ്. ഈ HNO2 എന്ന് പറയുന്നത് വാട്ടറിൽ എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക? എച്ച് പ്ലസ് ആയിട്ടും NO2 മൈനസ് ആയിട്ടും. ഈ എച്ച് പ്ലസ് ഈ വാട്ടറിൻ്റെ കൂടെ ചേർന്നിട്ടാണ് H3O+ ആയിരിക്കുന്നത്. അതായത് ഇവിടെയുള്ള H3O+ൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് എച്ച് പ്ലസിൻ്റെ എണ്ണം തന്നെയാണ്. ക്ലിയർ? ഇതിനകത്തുള്ള ഈ HNO2 എന്ന് പറയുന്നത് എച്ച് പ്ലസും NO2 മൈനസ് ആയിട്ട് മാറും. ഈ എച്ച് പ്ലസ് നേരെ ആ വാട്ടറിൻ്റെ കൂടെ ചേരുമ്പോൾ എന്തായിട്ട് മാറും? H3O+. അപ്പോൾ ഇവിടെ എത്ര H3O+ ഉണ്ടായിട്ടുണ്ടോ അതിനർത്ഥം അത്രത്തോളം എച്ച് പ്ലസുകളും ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ ഇവിടെയുള്ള കോൺസെൻട്രേഷൻ എങ്ങനെയാണ്? HNO2ൻ്റെ കോൺസെൻട്രേഷൻ എന്താണ്? HNO2ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു 1 മൈനസ് ആൽഫയാണ്. ശരിയല്ലേ? സി ഇൻറ്റു 1 മൈനസ് ആൽഫ. സി ഇൻറ്റു 1 മൈനസ് ആൽഫ. എച്ച് പ്ലസിൻ്റെ അളവ് എത്രയാണ്? സി ആൽഫ. റെഡി? NO2ൻ്റെയും അതും സി ആൽഫ. അപ്പോൾ നമുക്ക് വേണ്ടത് സി ആൽഫയാണ്. സി ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എച്ച് പ്ലസിൻ്റെ അളവ് മനസ്സിലാക്കിയെടുക്കാം. സി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് മക്കളെ 0.04 എന്ന്. ആൽഫ ക്വസ്റ്റനിൽ തന്നിട്ടില്ല. പകരം തന്നിരിക്കുന്നത് കെ എ ആണ്. നമുക്ക് ആൽഫ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ആൽഫ is equal to √KA ഡിവൈഡഡ് ബൈ സി. എന്തിനാ ആൽഫ കണ്ടുപിടിക്കുന്നത്? സി ആൽഫ ചെയ്താലാണ് എച്ച് പ്ലസിൻ്റെ അളവ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൽഫ ഈക്വൽ ടു √KA ബൈ സി ആണ്. √KA എത്രയാണ്? അയണൈസേഷൻ കോൺസ്റ്റന്റ് എത്രയാണ്? 4.5 ഇൻറ്റു 10⁻⁻⁴. 4.5 ഇൻറ്റു 10⁻⁻⁴. റെഡി? 10⁻⁻⁴. ഡിവൈഡഡ് ബൈ സി. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.04. 0.04 ഈക്വൽ ടു √112.2 ഇൻറ്റു 10⁻⁻⁴ ഈക്വൽ ടു 0.106.
ചില സമയത്ത് അത് വലുതാകുന്നു, ചില സമയത്ത് ചെറുതാകുന്നു. സഹകരിക്കണം പ്ലീസ്. 0.106 ആണ് ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് കണ്ടുപിടിക്കുക. ഇത് നോക്കിക്കേടാ, എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ. എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സി ആൽഫ. സി എന്ന് പറഞ്ഞാൽ 0.04 ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ എത്ര എന്ന് കിട്ടി? 0.106 എന്ന് കിട്ടി. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ 0.00424 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കണേ, കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കണേ. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് വേണം ആൻസർ പറയുവാനായിട്ട്. എന്നോടൊപ്പം ചെയ്യാൻ നിൽക്കരുത്, നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. എച്ച് പ്ലസിൻ്റെ അളവ് കിട്ടി സി ആൽഫ ചെയ്തപ്പോൾ. എച്ച് പ്ലസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ സി ആൽഫ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.00424 എന്ന് കിട്ടി. അപ്പോൾ എച്ച് പ്ലസിൻ്റെ അളവ് കിട്ടിയാൽ വളരെ ഈസി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാം. പി എച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ്, ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് ബ്രാക്കറ്റിൽ 0.00424 ഈക്വൽ ടു 2.373. ഇതാണ് പി എച്ച് വാല്യൂ. ഇവിടെയുള്ള പെന്നിൻ്റെ ഫോണ്ടിലും ക്ലാരിറ്റി ഇല്ലാത്തതിനെ കുറിച്ചും ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ അവസാനമായി സോറി പറയട്ടെ. ഈ ടോപ്പിക് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ബാക്കട്ട് നോക്കുക. വീക്ക് ആസിഡുകളുടെയും വീക്ക് ബേസുകളുടെയും പി എച്ച് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. സി ആൽഫ വെച്ചുകൊണ്ടാണ് നമ്മൾ അവരുടെ കോൺസെൻട്രേഷൻ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക. കൃത്യമായി നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വമ്പനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആണ് എങ്കിൽ, ഈ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ, ഇതുപോലെ ഏത് ചോദ്യങ്ങൾ തന്നാലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ എനിക്ക് കാണേണ്ടതുണ്ട്. കൂടുതൽ കിടിലനായിട്ടുള്ള വീഡിയോസും മറ്റു കാര്യങ്ങളും ടോപ്പിക്സുമായിട്ടൊക്കെ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. എന്ത് ഡൗട്ട്സും ഞാനും ഷെയർ വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത കിടിലൻ ടോപ്പിക് വരണം. താങ്ക് യു.